എല്ലാവർക്കും ദിവ്യാസ് ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പാവയ്ക്ക തോരൻ്റെ വീഡിയോയാണ്. കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. പാവയ്ക്ക നമ്മൾ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിരിഞ്ഞ് പൊത്തി വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തിരുമ്മിയെടുക്കാം. നന്നായിട്ട് തിരുമ്മി വയ്ക്കുന്നത് അതിൻ്റെ വെള്ളം ഊർന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരുമ്മി വയ്ക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഒന്ന് ഞെക്കി അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. കുട്ടികൾക്ക് സാധാരണ പാവയ്ക്ക തോരനോടും പാവയ്ക്ക മെഴുക്കുവരട്ടിയോടും ഒന്നും ഇഷ്ടമല്ലല്ലോ, കയ്പുള്ളതുകൊണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. എന്ന് വെച്ചാൽ ഒരുപാട് കയ്പ് അങ്ങോട്ട് മാറില്ല, എങ്കിലും കയ്പിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞിരിക്കും. തോരനുണ്ടാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അളവ് പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര ഉപ്പ് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ആദ്യം തിരിഞ്ഞു വെച്ച സമയത്ത് ഉപ്പ് ചേർത്തിരുന്നല്ലോ. അപ്പം അത് നോക്കിയിട്ട് ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി പൊത്തി ആവിയിലൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.